ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, അതായത് നമ്മളിപ്പോൾ ഒത്തിരി മോട്ടിവേഷണൽ വീഡിയോസും കണ്ടന്റ് വീഡിയോസും ഒക്കെ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്രത്തോളം ആ വീഡിയോസും എൻ്റെ ഈ കണ്ടന്റ് വീഡിയോസും ഈ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്ക് മീൻസ് വീഡിയോസ് ഒക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എത്രത്തോളം ഇഷ്ടമാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവാൻ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാവാന്ന് എനിക്ക് വിചാരിക്കത്തുള്ളൂ. കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തന്നെ ഒരു കാരണം. കാരണം എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസും എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുന്ന ആൾക്കാരെ എനിക്ക് സമൂഹത്തിൽ നമ്മൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചായിട്ട് ഞാനായിട്ട് ഇടുന്നുണ്ട്. സോ അപ്പം അതുപോലെ തന്നെ നല്ല രീതിയിലും സ്പീച്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണമെന്നാണ് എനിക്കും ഒരു പേഴ്സണലി ഒരു ആഗ്രഹം ഉള്ളത്. സോ അപ്പോൾ അത് നല്ല രീതിയിൽ പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, സജഷൻസ്, ഇപ്പം ഞാൻ ഇപ്പം ഇത്രയും മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ആ കണ്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ജസ്റ്റ് നിന്ന് കോൺടാക്ട് ചെയ്താലും മതി. ഇപ്പൊ തന്നെ ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്നോട് പറയാനുണ്ട്, നിങ്ങൾക്ക് ഒരാളോട് ഇങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഉടനെ തന്നെ ഒരു സീരീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ലൈഫിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ അതാരോടെയും പറയാൻ പറ്റുന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ കൊലീഗിനോടോ ആരോടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തത് എനിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ ഇമെയിൽ അയക്കാവുന്നതാണ്. ഇമെയിൽ ഐ ഡി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇമെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും ശ്രദ്ധിക്കുക, ഒരിക്കലും ഞാൻ നിങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നതായിരിക്കത്തില്ല. നിങ്ങളുടെ പേര് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേരിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ. അല്ലാതെ നിങ്ങളുടെ സ്വന്തം പേര്, നിങ്ങളുടെ സ്ഥലങ്ങൾ, ഇതൊന്നും ഞാൻ പറയത്തില്ല. എന്താണ് ഇഷ്യൂ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്താണ് ഇഷ്യൂ, കാരണം നിങ്ങളോട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് പറയുന്നതിന്റെ റീസൺ വേറെ ഒന്നല്ല. ഇപ്പൊ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ. ഇപ്പൊ ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നൊക്കെയാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തന്നെ വിചാരിച്ചത് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറുടെ അടുത്ത് കുറേ പേഷ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്, ഓരോരോ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട്, അവർക്ക് ചെറുപ്പത്തിലെ നടന്ന ഓരോ ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഒക്കെ അവർ പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ തന്നെ ആലോചിച്ചു, ഇങ്ങനെ ആൾക്കാരുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അന്നോട്ട് അപ്പൊ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നെങ്കിലും ഇതുപോലത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുവാണെങ്കിൽ. എനിക്കങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് വലിയ പ്ലാനോ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയണം, എൻ്റെ ഒപ്പീനിയൻ പറയണം എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യം. കാരണം മറ്റുള്ളവർക്കും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് എനിക്ക് അത്രത്തോളം ഭയങ്കരമായിട്ടും നല്ലൊരു വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കാര്യം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി വിഷമമാവാറുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ തോന്നിയത് ഇതുപോലെ ഒരു ചാനൽ തുടങ്ങി ഇതിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പേഴ്സണലി പുറത്തായിട്ട് പോയിട്ട് പബ്ലിക്കായിട്ട് പോയിട്ട് പറയുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നിയത് സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങി അതിനകത്ത് തന്നെ വീഡിയോസും കണ്ടന്റും ഇടാമെന്നുള്ള രീതിയിലും എനിക്കിങ്ങനെ ആശയം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ അവര് ഒരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാ എങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്ത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതുപോലെ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ കാണുമെന്നുള്ളത് എനിക്ക്, സ്ത്രീകൾക്കും പ്രത്യേകിച്ച് കാണും. അപ്പൊ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അച്ഛനോടോ അമ്മയോടോ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ആരോട് പറയാം, എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല. കാരണം പലരും ഇതേ ചിന്തിച്ച് ഒന്നെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഈ ചാനൽ തുടങ്ങിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ സൊല്യൂഷൻ പറഞ്ഞു എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും
ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും കാര്യത്തിലുള്ള ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ അതിനെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ കണ്ടന്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കണ്ടന്റ് വീഡിയോ അതും അതിനും ഒത്തിരി അറിയാൻ വയ്യാത്ത എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അതിൽ കൂടുതലും ഷെയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ട് പലരിൽ നിന്നും ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ പീരിയഡ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയില്ല പീരിയഡ്സിന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒന്ന് എന്തുകൊണ്ടാണ് പീരിയഡ്സ് ഇങ്ങനെ ആവുന്നത്, എന്തുകൊണ്ടാണ് അശുദ്ധമാവുന്നത്, എന്തുകൊണ്ട് തൊടാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള റിസർച്ച് ഞാൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നോ അങ്ങനെ ഉണ്ടെന്നോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും എനിക്കറിയാവുന്ന ഒപ്പീനിയൻ വെച്ച് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അത് കാണുന്നവര് ഈ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ചിന്ത നിങ്ങൾക്ക് വരരുത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണലി എടുത്ത് പറയാണ്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്ന ഇൻഫർമേഷൻസും ബേസിക്കലി അതൊരു ഇൻഫർമേഷൻ മാത്രം. ഇൻഫർമേഷൻ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതല്ല. എനിക്ക് ഇതില് ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താന്നുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? എനിക്കും ഉണ്ടായ എക്സ്പീരിയൻസും ഇപ്പോൾ അത് വേറെ ഒരാൾക്ക് അതുപോലെ വരാതിരിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഞാൻ കേൾക്കും. എൻ്റെ വീഡിയോസിലൂടെ കാണുന്നവരുണ്ടെങ്കിൽ ആർക്കും ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങളും വരാതിരിക്കട്ടെ എന്നുള്ള മെസ്സേജാണ് ഞാൻ ഇതിലൂടെ പാസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരാൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ആവരുത്. ഭാവിയിൽ അവർക്ക് സേഫ് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ പോവാണെങ്കിലും എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് ഏകദേശമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും എന്തൊക്കെ വീഡിയോസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ എനിക്ക് പല പല ഐഡിയാസ് ഒക്കെ ഉണ്ട്. പല കാര്യങ്ങൾ എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കണം. ആർക്കും ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട്. കാരണം സ്ത്രീകൾ കുറച്ചുകൂടി കരുത്തരാവണം. ഇപ്പൊ അച്ഛൻ അമ്മ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പതുക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെ സംരക്ഷിക്കാൻ നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഈ ചാനൽ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി എൻ്റെ ചാനൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു ആശ്വാസമാവുമല്ലോ. ഞാൻ ചിന്തിക്കുന്ന പേഴ്സണലി ഇപ്പോ ഇപ്പോ അവരെന്നോട് ഷെയർ ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പൊ ഞാനൊരു ഒപ്പീനിയൻ പറയുമ്പോൾ അവർക്കതൊരു ആശ്വാസമാവുകയാണെങ്കിൽ അത് എത്രത്തോളം നല്ലൊരു കാര്യമാണെന്നാണ് ചിന്തിക്കുന്നത്. ബേസിക്കലി നമുക്കിപ്പോ ഒരു ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടല്ല ഞാൻ ഈ ചാനലിന് കാണുന്നത്. ഇതെന്റെ ഒരു പ്രൊഫഷൻ, പാഷൻ മാത്രമാണ്. എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ പബ്ലിക്കായിട്ട് പോയിട്ട് പബ്ലിക്കലി ഓരോ കാര്യങ്ങൾ പറയുക, ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ബേസിക്കലി വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലോട്ട് വന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ രീതിയിലോട്ട് തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്തായാലും അതിന്റെയും കൂടി പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നതും അതിന് പരിഹാരം ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് എന്താ എങ്ങനെയാണ് എന്റെ ചാനൽ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചാനൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ കൂടുതലായിട്ട് ആരും ഫോഴ്സ് ചെയ്യത്തില്ല. എന്നോട് തന്നെ പറയണമെന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. ഇമെയിൽ ഐ ഡി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെസ്സേജ് എനിക്ക് ഇടയിൽ എനിക്ക് ഇങ്ങനെ പാസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കും ഇങ്ങനെ വീഡിയോ ഇടണം എന്നുള്ളത്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഓക്കെ. പിന്നെ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകൾക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുക. പെൺകുട്ടികൾ എന്തോരം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നുള്ളത്. നമുക്ക് വന്ന എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റുള്ളവരെ കേട്ട് വരുന്ന എക്സ്പീരിയൻസും ഒക്കെ നമുക്കല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ആശ്വാസം കിട്ടുവാണ്. സോ അപ്പൊ നിങ്ങൾ എല്ലാവരും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ എല്ലാവർക്കും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സി യു.